വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും കത്തി നിൽക്കുകയാണ് മഞ്ജു വാര്യർ. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡുകളും വാരിക്കൂട്ടിയ മഞ്ജു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു നടി കൂടിയാണ്. സിനിമകളുടെ വിജയപരാജയത്തിനപ്പുറമാണ് മഞ്ജുവിനോട് പ്രേക്ഷകർക്കുള്ള മമത. മറ്റൊരു നടിയും മലയാള സിനിമാ ലോകത്ത് ഇത്രമാത്രം ആരാധിക്കപ്പെട്ടിട്ടില്ലെന്ന് നിസ്സംശയം പറയാം. ഇന്ന് തമിഴകത്തും മഞ്ജുവിന് ജനപ്രീതിയേറുകയാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ വേട്ടയാൻ എന്ന സിനിമയിൽ വലിയ റോൾ അല്ലെങ്കിലും ശ്രദ്ധേയമായ വേഷം നടിക്ക് ലഭിച്ചിരുന്നു. തമിഴകത്ത് നടിയുടെ ഒന്നിലേറെ സിനിമകൾ ഒരുങ്ങുകയാണ്. 46-കാരിയ മഞ്ജു തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്കാണ് കടക്കുന്നത്. ഇതിനിടയിൽ മഞ്ജു വാര്യരുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കുടുംബിനിയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരു വീട്ടമ്മ ലുക്കായിരുന്നു മഞ്ജുവിന്. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു. ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം വർഷം കഴിയുന്തോറും കൂടുതൽ ചെറുപ്പമുള്ളതായി. മീഡിയം ടോപ്പും ധരിച്ച 46-കാരിയുടെ ഫോട്ടോ ആളുകൾക്ക് കൗതുകകരമായിരുന്നു. 24-കാരിയായ മകളെക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. തിരിച്ചുവരവിൽ തുടക്കകാലത്ത് സാരിയും ചുരിദാറും ടോപ്പും ഒക്കെയായിരുന്നു വേഷമെങ്കിലും ഇപ്പോൾ ഡ്രസ്സിംഗിൽ മഞ്ജുവിന് കുറച്ചുകൂടി വെസ്റ്റേൺ സ്റ്റൈലും വന്നിട്ടുണ്ട്. 20 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പോലും മലയാള സിനിമയിൽ നല്ല നായിക വേഷങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിലും തമിഴിലും മലയാളത്തിലുമായി 46-കാരിയായ മഞ്ജു തിരക്കിലാണ്. അജിത്, ധനുഷ്, രജനീകാന്ത്, വിജയ് സേതുപതി എന്നിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി തമിഴ് തിരക്കേറുകയാണ്. അതും കാമ്പുള്ള നായിക വേഷങ്ങൾ. മലയാളത്തിലേക്ക് എത്തിയാൽ അവിടെയും കുറവൊന്നുമല്ല. L2 എമ്പുരാനാണ് മഞ്ജുവിന്റെ അടുത്ത റിലീസ്. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലും അമൃകി പണ്ഡിറ്റ് എന്ന ഹിന്ദി സിനിമയിലുമൊക്കെയാണ് നിലവിൽ മഞ്ജു അഭിനയിക്കുന്നത്. ശരീര സൗന്ദര്യം നിലനിർത്തുന്നതും മെലിയുന്നതും സ്റ്റൈലിഷ് ആവുന്നതും ഒക്കെ നല്ലതാണ്. മഞ്ജുവിന്റെ ഓരോ സ്റ്റൈലും ലുക്കും തങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിലും കൂടുതൽ ഇനി മെലിയല്ലേ എന്ന് ആരാധകർ അപേക്ഷിക്കുകയാണ്. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയവിവാഹത്തെ തുടർന്ന് മഞ്ജു പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജു വാര്യരും ദിലീപ് തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിന് ദിലീപ് എതിർത്തതോടെയാണ് ഇവർ തമ്മിൽ അകച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അവർ നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല. ദിലീപിന് എല്ലാ ഐശ്വര്യം വന്നത് മഞ്ജുമായുള്ള വിവാഹത്തിനു ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളുടെ പടിയായി ഉയർന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മഞ്ജു. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തി. ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവാനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ചുള്ള താരമായി പിന്നീട് മഞ്ജു മാറി.